ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. മികച്ച തദ്ദേശ ഭരണാധികാരിക്കുള്ള പുരസ്കാരം പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ഏറ്റുവാങ്ങി. നാഷണൽ സെക്യുലർ കോൺഫറൻസ് ഏർപ്പെടുത്തിയ പുരസ്കാരം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് എം എ രാജഗോപാലിന് സമ്മാനിച്ചത്. പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനിൽ മദ്യവിൽപ്പനശാല ആരംഭിക്കുന്നതിനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം. പ്രതിഷേധത്തിന് MLAയുടെ പിന്തുണയുണ്ടെന്നും നാട്ടുകാർ. അഞ്ചലിൽ മാലിന്യം കുഴിച്ചുമൂടാനുള്ള പഞ്ചായത്ത് അധികാരികളുടെ ശ്രമം പ്രതിപക്ഷം തടഞ്ഞു. അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. നാഷണൽ സെക്യുലർ കോൺഫറൻസ് ഏർപ്പെടുത്തിയ മികച്ച തദ്ദേശ ഭരണാധികാരിക്കുള്ള പുരസ്കാരം പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ഏറ്റുവാങ്ങി. ബുധനാഴ്ച തിരുവനന്തപുരം ഹൈലാൻഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവാർഡ് സമ്മാനിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ തയ്യാറാക്കുവാനും അധികാരികളുടെ അനുമതി നേടിയെടുക്കുവാനും പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാലിന് സാധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേലധികാരിക്കുള്ള അവാർഡ് എം എ രാജഗോപാലിന് ലഭിച്ചത്. നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന കമ്മിറ്റിയാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. തിരുവനന്തപുരം ഹൈലാൻഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവാർഡ് സമ്മാനിച്ചു. നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന പ്രസിഡന്റ് PTA റഹീം ചടങ്ങിൽ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി പുനലൂർ ജലീൽ സ്വാഗതം പറഞ്ഞു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഭാസുരേന്ദ്ര ബാബു, NSC ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഇഫ്താർ വിരുന്നും നടന്നു. ലൈവ് വാർത്ത പുനലൂർ. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ മാലിന്യ കൂമ്പാരത്തെക്കുറിച്ചുള്ള ലൈവ് വാർത്തയുടെ റിപ്പോർട്ടിനെ തുടർന്ന് മാലിന്യം കുഴിച്ചുമൂടാനുള്ള പഞ്ചായത്ത് അധികാരികളുടെ ശ്രമം പ്രതിപക്ഷം തടഞ്ഞു. ടൺ കണക്കിന് മാലിന്യങ്ങളാണ് മാർക്കറ്റിന് സമീപത്തുള്ള പഴയ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കുഴിച്ചുമൂടാൻ ശ്രമിച്ചത്. നാടാകെ പനി പടർന്നു പിടിക്കുമ്പോൾ കൊതുക് നിർമ്മാർജ്ജനം, ശുചിത്വം തുടങ്ങിയ പരിപാടികളുമായി നാട് മുഴുവൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അലയുകയാണ്. എന്നാൽ പൊതുസ്ഥലത്ത് കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ചെറുവിരൽ പോലും അനക്കുന്നില്ല. പുനലൂർ താലൂക്കിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നായ അഞ്ചൽ മാർക്കറ്റിൽ ദുർഗന്ധവും കൊതുകിന്റെയും പുഴുക്കളുടെയും ശല്യവും കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരുടെ ദൈന്യത ലൈവ് വാർത്തയിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിയതിനു പിന്നാലെ മുഖം രക്ഷിക്കാനായി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ മാലിന്യം കുഴിച്ചുമൂടാനായി മാർക്കറ്റ് ജംഗ്ഷനെ തന്നെ തിരഞ്ഞെടുത്തു. എന്നാൽ ഇത് പ്രതിപക്ഷ മെമ്പർമാർ തടഞ്ഞതിനാൽ ശ്രമം വിജയിച്ചില്ല. പഞ്ചായത്ത് വകയായ അഞ്ചലിലെ പഴയ പോലീസ് സ്റ്റേഷനിൽ അഗാധമായ കുഴിയെടുക്കുകയും അവിടെ എന്തിനാണ് കുഴിയെടുത്തതെന്ന് വെച്ചാൽ അതിന് ഒരു ഉത്തരവില്ല. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഞങ്ങൾ 2-3 പഞ്ചായത്ത് മെമ്പർ അന്വേഷിച്ചപ്പോൾ ഇത് ഈ വേസ്റ്റ് വിട്ട് മൂടാനാണ് എന്നാണ് പറയുന്നത്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ യാതൊരു വിധമായ തീരുമാനവും വേസ്റ്റ് ഇവിടെ മൂടുന്നതിനുള്ള തീരുമാനമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ JCB ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾ പോലീസ് അധികാരികൾക്ക് പറഞ്ഞിട്ടുണ്ട്. അവരത് അന്വേഷിച്ച് ഈ നടപടിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്ന് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടു. മാലിന്യങ്ങൾ മാർക്കറ്റിന് പുറത്തു കൊണ്ടുപോയി സുരക്ഷിതമായ സ്ഥലത്ത് മറവു ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഇത് വേണ്ട രീതിയിലല്ല ഗ്രാമപഞ്ചായത്ത് ചെലവാക്കുന്നത് എന്നും ആരോപണമുയരുന്നു. മാലിന്യ നിക്ഷേപം ഇതേപടി തുടർന്നാൽ പകർച്ചവ്യാധികൾക്ക് അഞ്ചൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല. ലൈവ് വാർത്ത അഞ്ചൽ. അതേസമയം അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു പറഞ്ഞു. മാലിന്യ പ്ലാന്റ് 1 മാസത്തിനകം പ്രവർത്തന സജ്ജമാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാർക്കറ്റിനുള്ളിലെയും മാർക്കറ്റ് ജംഗ്ഷനിലെയും മാലിന്യം നീക്കം ചെയ്യുക എന്നത്. എന്നാൽ ഇത് വേണ്ടത്ര രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ ഇതുവരെ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. സുരക്ഷിതമല്ലാത്ത രീതിയിൽ മാലിന്യം നീക്കം ചെയ്യാൻ പ്രതിപക്ഷം തടസ്സം സൃഷ്ടിച്ചതോടെ മാലിന്യം പഞ്ചായത്തിന് തലവേദനയായി. മാർക്കറ്റിനുള്ളിലെ മാലിന്യ നിക്ഷേപം ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിപക്ഷം സമരപരിപാടികളുമായി രംഗത്തെത്തി. ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുമെന്നും മാലിന്യ സംസ്കരണ പ്ലാന്റ് എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു പറഞ്ഞു. വ്യാപാരി വ്യവസായികളെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന മാലിന്യ സംസ്കരണ രീതി വിജയകരമാകുമെന്നും മാലിന്യം പൂർണ്ണമായും സംസ്കരിക്കാൻ സാധിക്കുമെന്നും സുജാ ചന്ദ്രബാബു പറഞ്ഞു. ടൗണുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്ലാന്റ് നമ്മൾ സ്ഥാപിച്ചു. അത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പദ്ധതിയാണ്. ഒരു
എക്കോക്ലൈൻ എന്ന് പറഞ്ഞ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായികളുമായി ഏകോപിപ്പിച്ചുകൊണ്ടാണ് ആ പദ്ധതി. നമുക്കൊരു 10-20 ദിവസക്കാലത്തിനകം അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. ആരംഭിച്ചു കഴിഞ്ഞാൽ അഞ്ചലിന്റെ മാലിന്യത്തിനൊരു ശാശ്വതമായ പരിഹാരം ആകും. ഇപ്പോൾ മഴയെല്ലാം വന്ന് രോഗമെല്ലാം പടർന്ന് പിടിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് വാർഡുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാം ഫീൽഡിൽ ഇറക്കിക്കൊണ്ട് ഒരു വാർഡിൽ 20ഓളം RPമാരെ സെലക്ട് ചെയ്തുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകരും അതോടൊപ്പം തന്നെ NREGSന്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളും JPHനും ആശാവർക്കർമാരും വാർഡ് മെമ്പർമാരും ചേർന്നുകൊണ്ട് വാർഡിൽ 2 റൗണ്ട് നമ്മൾ സ്പോർട്സ് റിഡക്ഷൻ പരിപാടി ഇതിനോടകം നടത്തി. ലൈവ് വാർത്ത അഞ്ചൽ. കുന്നിക്കോട് ശാസ്ത്രി ജംഗ്ഷന് സമീപം പുളിക്കക്കോണത്ത് അമിതമായ അളവിൽ വൈദ്യുതി പ്രവഹിച്ചത് മൂലം വൈദ്യുതോപകരണങ്ങൾ തകരാറിലായി. 20ഓളം വീടുകളിൽ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. കറണ്ട് പോവുകയും മിനിറ്റുകൾക്കകം തിരികെ വരികയും ചെയ്തപ്പോൾ അമിത അളവിൽ വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. TV ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. 2-3 ദിവസം കൊണ്ട് കേബിളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ TV ഒന്ന് ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് വെച്ച് നോക്കി. കേബിൾ വന്നോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് കേബിൾ വന്നു. അങ്ങനെ ഇച്ചിരി നേരം ഒന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ചെറിയൊരു സൗണ്ട് പോലെ വന്ന് അങ്ങനെ നോക്കിയപ്പോൾ പുക പെട്ടെന്ന് മേപ്പോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് ഫാനിട്ടിരുന്നു. ഫാനിലേയും പെട്ടെന്ന് ഇങ്ങനെ സ്പീഡ് കൂടി വന്ന് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ. പെട്ടെന്ന് പിന്നെ അവിടെ നിന്നൊക്കെ ഓടി വന്ന് ഇതുപോലെ കറണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു നോക്കിയപ്പോഴത്തേക്ക് അവിടെ എല്ലാം വീടുകളെല്ലാം ഒരുപാട് TV അടിച്ചു പോയി. അവിടെ ട്യൂബ് അടിച്ചു പോയി. താഴെ അപ്പുറത്ത് ട്യൂബ് അടിച്ചു പോയി. അങ്ങനെ കിഴക്കോട്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ഇപ്പൊ ഈ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. സർവ്വതും അടിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ നഷ്ടപരിഹാരം തന്നേ പറ്റത്തുള്ളൂ. അതേപോലെ ഇവിടെ അയലോക്കത്ത് 2-3 TV അടിച്ചു പോയിട്ടുണ്ട്. അർഷക് മനസ്സിലിൽ അസീസ്, മേൽപ്പറമ്പിൽ വീട്ടിൽ തോമസ്, പുളിക്കവിളയിൽ ലുദിയമ്മ, കുരുവിള വീട്ടിൽ ജയപ്രകാശ്, ചരുവിള വീട്ടിൽ അലക്സ് സൈമൺ എന്നിവരുടേതടക്കം 20ഓളം വീടുകളിലെ CCTV, TV, മൊബൈൽ, ചാർജറുകൾ, കമ്പ്യൂട്ടർ മോഡം എന്നിവയടക്കം നിരവധി വൈദ്യുതോപകരണങ്ങളാണ് തകരാറിലായത്. KSEB ജീവനക്കാരെ വിവരം അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങള് ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അവിടുന്ന് 2 ജീവനക്കാർ വന്ന് അവരോട് പറഞ്ഞപ്പോൾ അവര് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, AEOയോട് പറയാനാ പറയുന്നത്. അത് അവരടുത്ത് ഞങ്ങളിപ്പം ലൈൻമാൻമാരോടെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ AEO ഓരോ വീടുകളിൽ വന്ന് എന്ന് നോക്കാനോ ട്രാൻസ്ഫോമറിലോ ചെക്ക് ചെയ്യാനോ ഇതൊന്നും പറ്റുന്ന കാര്യമല്ല. ജീവനക്കാരാണ് ഇതൊക്കെ നോക്കുന്നത്. അപ്പൊ അവരോട് ഞങ്ങൾക്ക് ആദ്യം പരാതി പറയാൻ പറ്റും. അതിനുശേഷമാണ് ഞങ്ങൾക്ക് AEOയോട് പറയാൻ പറ്റുന്നത്. അപ്പൊ അവരോട് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഇത് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ AEOയെ കണ്ട് സംസാരിക്കും, ഞങ്ങൾക്കൊന്നും അറിയേണ്ട കാര്യമില്ലെന്നാണ് അവർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. യൂത്ത് ഫ്രണ്ട് ബി പത്തനാപുരം നിയോജകമണ്ഡലം പ്രതിനിധി സമ്മേളനവും നേതൃത്വ പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചു. KB ഗണേഷ് കുമാർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ബിയുടെ യുവജന സംഘടനയായ കേരള യൂത്ത് ഫ്രണ്ട് ബി പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനവും നേതൃത്വ പരിശീലന ക്യാമ്പും പുരസ്കാരദാനവും KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ, നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു? നമ്മുടെ നാട് അഴിമതി കൊണ്ട് പ്രതികൂട്ടിയാൽ നശിച്ചതാണ്. 60 വർഷം സ്വാതന്ത്ര്യം കിട്ടിയ 60 വർഷം കഴിഞ്ഞ് നമ്മൾ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ, അമേരിക്ക പോലെ, ഇംഗ്ലണ്ട് പോലെ, ഫ്രാൻസ് പോലെ, അങ്ങനെയുള്ള രാജ്യങ്ങളെ പോലെ, വികസിത റഷ്യയെ പോലെ, ചൈനയെ പോലെ, ജപ്പാനെ പോലെ എന്തുകൊണ്ട് നമുക്കൊരു വികസിത രാജ്യമാകാൻ കഴിയുന്നത്? നമുക്ക് എന്തിന്റെ കുറവാണ്? നമ്മുടെ നാട്ടിൽ ഏറ്റവും സമർത്ഥരായ വിദ്യാർത്ഥികൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം മിടുക്കരായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എങ്ങനെ ചാടാം എന്നാണ്. അത് കഴിഞ്ഞാൽ പറയും എന്നാൽ ഗൾഫിലേക്ക് എങ്ങനെ പോയി രക്ഷപ്പെടാം. ഈ നാട്ടിൽ നിന്ന് എങ്ങനെ പുറത്തു പോകാമെന്ന് ചിന്തിക്കുന്നവരാണ് ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും IT വിദഗ്ധരായാലും. നിങ്ങളൊക്കെ പഠിച്ചെടുത്ത് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ച് ഇന്ത്യ വിടും. എന്തുകൊണ്ട് ഇന്ത്യയിൽ നിൽക്കാൻ കഴിയുന്നില്ല? ഇന്ത്യ പുരോഗമിക്കാത്തതുകൊണ്ടാണ്. ഇന്ത്യ പുരോഗമിക്കാത്തതുകൊണ്ടാണ്. Ashna Johnson, St. Mary's Secretary, Alvin C. Alex, St. Stephen's Travel, Akhila Muralidhar, Government HS Chakkuriki, Shivadattan, HS Motorcar, Kavya UP, Government HS Chakkuriki,
Sneha Shankar SR, Government HS Patrai. Devadash St. Stephen's HS Patravan. Virgin John. MLA എന്ന നിലയിൽ നിയോജക മണ്ഡലത്തിൽ താൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഗണേഷ് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ ഭരണരംഗത്ത് LDF സർക്കാർ ഒരു വർഷം പിന്നിടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. SLC, +2, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. യൂത്ത് ഫ്രണ്ട് ബി പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് S. റിയാദ് ചടങ്ങിൽ അധ്യക്ഷനായി. കേരള വനിതാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഏലിയാമ്മ ടീച്ചർ, കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ, യൂത്ത് ഫ്രണ്ട് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി H. റിയാസ് മുഹമ്മദ്, GS. അനീഷ്, മനു ജോയി, VJ. വിജയകുമാർ, G. ഗോപാലകൃഷ്ണപിള്ള, PG. തങ്കച്ചൻ, മണ്ഡലം പ്രസിഡന്റ് മാഹിൻ വാഴപ്പാറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീമ ഷാജഹാൻ, അമ്പിളി ദാസപ്പൻ, റഷീദ്, റാജിഫ, ഷീന മുരളി, മഞ്ജൂടി നായർ, ചിത്ര, ശ്രീജ വിനോദ്, ആനന്ദവല്ലിയമ്മ, മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് വാസുദേവൻ നായർ, തങ്ങൾ വാവ, MA ഹാരിസ്, ബിന്ദു കടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. S. മാഹിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമാപന സമ്മേളനം പാർട്ടി ജില്ലാ പ്രസിഡന്റ് A. ഷാജു ഉദ്ഘാടനം ചെയ്തു. സുകുമാരൻ നായർ, രതീഷ്, MB ഗോപിനാഥപിള്ള, PA സ്പെൻസർ, ഗിരിജാമോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. K. കൃഷ്ണപിള്ള സ്മാരക ലൈബ്രറിയുടെയും പുനലൂർ സൌത്ത് മേഖലയിലെ ബാലവേദിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാസ്ലസ് ജൂനിയർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ KA ജോർജ് സ്മാരക ഹാളിൽ ചേർന്ന യോഗം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാസ്ലസ് ജൂനിയർ ഉദ്ഘാടനം ചെയ്തു. ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്ക് ശേഷിയുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന നിലയിൽ നേരെ നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സുകളെ വല്ലാണ്ട് വീണ്ടും മരണപ്പെടുത്തുന്നതിന് വേണ്ടി
കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പല പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കുത്തിവെക്കാൻ പർപ്പസായി ശ്രമിക്കുന്നുണ്ട്, മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടിയാണ് തത്വങ്ങളുണ്ട്. ലൈബ്രറി പ്രസിഡന്റ് സി അജയപ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുൻ നഗരസഭാ ചെയർമാൻ കെ രാധാകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി കെ രാജശേഖരൻ സ്വാഗതം പറഞ്ഞു. താലൂക്ക് വികസന സമിതി അംഗം ജോബോയ് പെരേര, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ, ജെ ഡേവിഡ്, പി ബി ശ്രീലത, ആർ ഗോപിനാഥൻ നായർ, രാഹുൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനിലെ മദ്യവിൽപ്പനശാല ആരംഭിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജനങ്ങളുടെ പ്രതിഷേധത്തിന് സ്ഥലം MLA കെ വി ഗണേഷ് കുമാറിന്റെ പിന്തുണയുണ്ടെന്നും നാട്ടുകാർ. ജനവാസ മേഖലയിൽ മദ്യവിൽപ്പനശാല സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികളുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. പത്തനാപുരത്ത് പ്രവർത്തിച്ചു വന്ന വെബ്കോ ഔട്ട്ലെറ്റാണ് തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനിലെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നത്. 1000-ലധികം കുടുംബങ്ങൾ പാർക്കുന്ന ഗ്രാമീണ മേഖലയാണ് പുതിയ ഔട്ട്ലെറ്റിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന്റെ സമീപത്തായാണ് ഹയർ സെക്കൻഡറി വിദ്യാലയവും അംഗനവാടിയും വിവിധ ദേവാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ വാളകം പത്തനാപുരം ശബരിപാതയും കടന്നുപോകുന്നു. മദ്യവിൽപ്പനശാല തുറക്കുന്നതിനെതിരെ പ്രദേശവാസികളായ സ്ത്രീകൾ നടത്തിവന്ന സമരം 7ാം ദിവസം പിന്നിട്ടു. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന സമരം വൈകിട്ട് 6 മണിവരെ നീണ്ടുനിൽക്കും. CPM പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിലാണ് മദ്യവിൽപ്പനശാല ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നതെന്നും ആക്ഷേപമുണ്ട്. ശബരിപാതയുടെ സമീപത്തുള്ള കെട്ടിടത്തിലാണ് ബിവറേജസ് സ്ഥാപിക്കാനായി നീക്കം നടക്കുന്നത്. റോഡിൽ നിന്നുള്ള അകലം കൂട്ടാനായി കെട്ടിട ഉടമ താൽക്കാലിക റോഡും ഇതിനായി നിർമ്മിച്ചിട്ടുണ്ട്. സമരത്തിന് പിന്തുണയറിയിച്ച് പത്തനാപുരം MLA കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ സമരപ്പന്തലിലെത്തിയിരുന്നു. വരും ദിവസങ്ങളിലും നിരാഹാരം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനമെന്ന് സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. ഈ നാടിന്റെ, ഈ സഹവർത്തിത്വത്തിലുള്ള ഈ നാടിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടുത്തുന്ന വളരെ ചുരുക്കം ചില ആളുകളുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനിൽ തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി. ഈ ജംഗ്ഷനിൽ വാഹനം കാത്തു നിൽക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അവർ മനസ്സിലാക്കുന്നില്ല. ഇവിടുത്തെ 1-2 ആളുകൾക്കുണ്ടാകുന്ന ചെറിയ നേട്ടങ്ങളാണ് അവർ കണക്കാക്കുന്നത്. അത്തരത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഈ നാടിനെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ബിവറേജ് ഔട്ട്ലെറ്റ് ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഇവിടെ നടത്തുവാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട അമ്മമാർ കഴിഞ്ഞ 7 ദിവസമായി ഈ പനമ്പറ്റ ജംഗ്ഷനിൽ കോരിച്ചൊരിയുന്ന മഴയത്തും അതുപോലെ തന്നെ വെയിലത്തും ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ. ഇത്രയും നല്ല പ്രകൃതി രമണീയമായ ഏത് രാത്രിയിലും പാതിരാത്രിയിലും ഇവിടെ വന്നിറങ്ങി ഞങ്ങളുടെ മക്കളോടൊപ്പം കൈപിടിച്ച് അവനവന്റെ വീട്ടിൽ കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ വെള്ളങ്ങാട് ജംഗ്ഷനിൽ നിലനിൽക്കുന്നത്. അത് ഇല്ലാതെയാക്കുവാൻ ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുകയാണ്. കുടുംബശ്രീ പ്രവർത്തകര് ADSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ധർമ്മസമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് 7ാം ദിവസമാണ്. ഞങ്ങൾക്ക് ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും ഇതിൽ പങ്കെടുത്ത് ഇത് ഞങ്ങൾക്ക് വേറെ ആരോടും ഒരു വ്യക്തിവൈരാഗ്യമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇല്ല. പനമ്പറ്റയിൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രാത്രിയിലും പകലും പനമ്പറ്റ ജംഗ്ഷനിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങളുടെ വീടുകളിൽ എത്തണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകണം. ഇതിനുള്ള ഒരു സംവിധാനം അധികാരികൾ കാണിച്ചു തരണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയും ഈ മദ്യശാല ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെ ഇതിൽ കൂടുതൽ അപകീർത്തികളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക തന്നെ ഇവരുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവിടുത്തെ CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുന്നിക്കോട് പത്തനാപുരം റൂട്ടിലെ മത്തായി പാലത്തിന്റെ കൈവരി തകർന്നിട്ട് 1 മാസം പിന്നിടുന്നു. കൈവരി പുനർനിർമ്മിക്കാൻ നടപടിയാവില്ല. പത്തനാപുരം പുനലൂർ സംസ്ഥാന പാതയിലെ തിരക്കൊഴിവാക്കി പുനലൂരിലേക്ക് എത്താനുള്ള സമാന്തര പാതയായ ഇതുവഴി 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നത്. കൈവരി തകർന്ന പാതയിലൂടെയുള്ള ഗതാഗതം വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ബസ്സും ലോറിയുമടക്കം നിരവധി വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിൽ കൈവരി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. 1 മാസം മുൻപ് ചരക്ക് ലോറി മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴായിരുന്നു കൈവരി തകർന്നത്. പാലത്തിന്റെ കൈവരി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും ബന്ധപ്പെട്ടവർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം. പാലത്തിന്റെ കൈവരി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും ബന്ധപ്പെട്ടവർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം. 1 മാസത്തോളമായി പാലത്തിന്റെ കൈവരിയിൽ ലാറി ഇടിച്ച് പോയിട്ട് ഇതിന് ഒരു നടപടികളോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു. സർക്കാരോ പഞ്ചായത്തോ നടപടിയെടുക്കും, PWO എടുക്കുന്നില്ല.
അപ്പോൾ നിത്യം വാഹനങ്ങൾ പടന്നു കൊണ്ടുപോകുന്നത് പാറ ലോറികളും മെറ്റിലും കൊണ്ടുവന്ന വണ്ടികൾ. അപ്പോൾ ഇതൊരു അപകടകരമായിട്ട് മാറിയിരിക്കുകയാണ്. നിത്യം റോഡ് ബ്ലോക്കാവുകയും കൈവരികൾ കൊണ്ട് വിഷയങ്ങളാണ്. ആളുകൾക്ക് യാത്രക്കാർക്ക് വരെ വളരെ ബുദ്ധിമുട്ടാണ്. ലൈവ് വാർത്ത കുന്നിക്കോട്. യാത്രക്കാർക്കായി സന്നദ്ധ സംഘടന ഒരുക്കിയ കുടിവെള്ള വിതരണ യൂണിറ്റ് മലിനമാക്കുന്നതായി പരാതി. പുഴുവരിക്കുന്ന മാലിന്യ നിക്ഷേപം കുന്നുകൂടിയതോടെ പദ്ധതി ഉപയോഗരഹിതമായി. കുന്നിക്കോട് ജംഗ്ഷനിൽ സന്നദ്ധ സംഘടന യാത്രക്കാർക്കായി ഒരുക്കിയ കുടിവെള്ള പദ്ധതിയുടെ യൂണിറ്റിനു ചുറ്റും മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. സമീപത്തെ കടകളിലും മറ്റുമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത്. മാലിന്യം പെരുകി പുഴുവരിച്ചു തുടങ്ങിയതോടെ കുടിവെള്ള പദ്ധതി ആരും ഉപയോഗിക്കാതെയായി. ഇതോടെ യാത്രക്കാർക്ക് പ്രയോജനപ്രദമാകുമായിരുന്ന പദ്ധതി നാശത്തിന്റെ വക്കിലായി. എന്നാൽ കുടിവെള്ള പദ്ധതി സംരക്ഷിക്കുകയും മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കുടിവെള്ളം സൗജന്യമായിട്ട് ഒരാളിലൂടെ വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ വേസ്റ്റുകൾ കൊണ്ടിടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നി. ഇനി കുടിക്കാനുള്ള വെള്ളം കുടിക്കാൻ ഒക്കാത്ത ഒരു പരിസ്ഥിതിയിലാണ് ഇത് എത്തിയിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും സത്വര നടപടികൾ മേലിൽ നിന്നുണ്ടാവണമെന്ന് വളരെ ആഗ്രഹിക്കുന്നു. ചവറെ കൂട്ടിയിട്ട് ഒരുപാട് നാശങ്ങൾ ഉണ്ടാക്കുക. ഈച്ച പൊതുവെ ഇങ്ങനെ സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നിരിക്കുക. ഇവിടെ അതിന് വേണ്ടുന്ന സത്വര നടപടി എടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്. ആദിവാസി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും വാർഷികവും സംഘടിപ്പിച്ചു. കുര്യോട്ടുമല ആദിവാസി കോളനിയിൽ നടന്ന ചടങ്ങിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ആദിവാസി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദിവാസി കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും സൊസൈറ്റിയുടെ വാർഷികവും നടന്നു. കുര്യോട്ടുമല ST കോളനിയിൽ വെച്ച് നടന്ന പരിപാടി ഗാന്ധിഭവൻ സെക്രട്ടറി പൊന്നലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ആദിവാസികൾക്ക് ഒട്ടേറെ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കുന്നു. അവർക്ക് അത് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ എന്നെ സങ്കടപ്പെടുത്തിയ കാര്യം, ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആദിവാസി യുവതി ഗർഭിണിയായി ഗാന്ധിഭവനിൽ. ആ യുവതിക്ക് സംരക്ഷണം കൊടുത്തു. പിന്നീട് അവർ പ്രസവിച്ച് ഇരട്ട കുട്ടികൾ 2 കുട്ടികളായിരുന്നു. അവരുടെ ഭർത്താവ് മദ്യപാനിയായിരുന്ന റാന്നി വനാന്തരങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്. ആ ഭർത്താവിനെ കണ്ടെത്തി അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് അയാളുടെ മദ്യപാന ശീലം ചികിത്സ കൊണ്ട് ഭേദമാക്കി. അപ്പോഴേക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സോളമായി. 1 വയസ്സായപ്പോൾ ആ അമ്മയും കുഞ്ഞുങ്ങളെയും ആ ഭർത്താവിനോടൊപ്പം കൂട്ടിയയച്ചു. കുറേ സന്മനസ്സുള്ളവരുടെ സഹായത്തോടു കൂടി അവിടെ അവർക്കൊരു കൊച്ചു വീട് വയ്ക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. പിന്നീട് അവരെക്കുറിച്ചൊന്നും അറിയുന്നില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ആ സ്ത്രീ ഗാന്ധിഭവനിലേക്ക് കടന്നു. 3 ദിവസം മുമ്പ് ഒരു പേക്കോലമായി യുവതിയായിരുന്ന ആ സ്ത്രീ ഒരു പേക്കോലമായി വിറച്ചാണ് ഗാന്ധിഭവനിലേക്ക് കടന്നത്. അവരോട് ചോദിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലാ ആശുപത്രി 2 കുഞ്ഞുങ്ങൾ പനി പിടിച്ച് കിടക്കുകയാണ്. പനി കൂടി അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവർ ഈ ഒരു നിവൃത്തിയും അന്നേരം ആലോചിച്ചപ്പോൾ ഗാന്ധി പോയി ചെന്നാൽ സഹായിക്കും. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് കരഞ്ഞു വിളിച്ച് ഒരു പേക്കോലമായ അമ്മ 2 കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗാന്ധിഭവനിലെത്തി. ഗാന്ധിഭവന്റെ സഹായം നൽകി അവരെ മെഡിക്കൽ കോളേജിൽ അയക്കാനുള്ള ഏർപ്പാടിന് വേണ്ടി ചെയ്തു. അപ്പോൾ നമ്മൾ അത് അറിയേണ്ടത്, ആദിവാസിയായി ഇരിക്കുന്ന സമൂഹത്തിന് കിട്ടുന്നതൊക്കെ അവഗണനയാണ്. അവരെ പരിപാലിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് ഇപ്പോഴും അവർ ഈ അവഗണന അനുഭവിക്കുകയാണ്. ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾക്ക് പഠിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും അതിന് കഴിയാതെ പോകുന്ന സമൂഹമാണെന്നും ഇവയെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ മറ്റുള്ളവർ ശ്രമിക്കണമെന്നും സോമരാജൻ കൂട്ടിച്ചേർത്തു. ADS പ്രസിഡന്റ് സന്തോഷ് മുള്ളുവല അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ മുഖ്യ അതിഥിയായിരുന്നു. സിനിമാ താരം TP മാധവൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, കാർഷിക വികസന സംഘം പ്രസിഡന്റ് R പത്മഗിരീഷ്, മാധ്യമപ്രവർത്തകനായ പ്രദീപ് ഗുരുകുലം, സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബിനു സുരേന്ദ്രൻ, ADS അഡ്വൈസറി ബോർഡ് കൺവീനറും മുള്ളുമല ഊരുമൂപ്പനുമായ സജു സത്യൻ, കുര്യോട്ടുമല ഊരുമൂപ്പൻ ഇസക്കി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച ആദിവാസി വിഭാഗത്തിൽ നിന്നും ആദ്യമായി 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി വിജയിച്ച ചാന്ദിനിയെ അനുമോദിച്ചു. അജിത് കൃഷ്ണ, ഷൈജു വിശ്വനാഥ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ ആദിവാസി വിദ്യാർത്ഥിനിയെ അനുമോദിച്ചു. ആദിവാസി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പുരസ്കാരം ചലച്ചിത്ര താരം TP മാധവനിൽ നിന്ന് വിദ്യാർത്ഥിനി ഏറ്റുവാങ്ങി. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി വനത്തിനുള്ളിലെ ആദിവാസി കോളനിയിൽ വിജയമെത്തിയ ചാന്ദിനി താരമാകുന്നു. വില്ലുമല പെരുവഴിക്കുഴിക്കാല ശാലിനി ഭവനിൽ അംഗൻവാടി ജോലിക്കാരിയായ ശാന്തിയുടെയും കൂലിപ്പണിക്കാരനായ സദാശിവന്റെയും മകളായ ചാന്ദിനിയാണ് ഇക്കുറി ആദിവാസി കോളനിക്ക് പൊൻതിളക്കമേകിയത്. വില്ലുമല ട്രൈബൽ LP സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 5ാം ക്ലാസ് മുതൽ പട്ടികവർഗ വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം കട്ടേല അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോസ്റ്റലിൽ താമസിച്ചാണ് ചാന്ദിനി പഠനം പൂർത്തിയാക്കിയത്. ഇതിനൊരു കാരണക്കാരൻ ദൈവമാണ്. ജഗദീശന്റെ എല്ലാ കഴിവുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത്. ഞാൻ ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ എന്റെ പെരുകാര്യം പോലും കിട്ടാത്തൊരു ഇതാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിന് ഇവിടെ തരാൻ സാധിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം തന്നെ നന്ദി പറയാണ്. കുളത്തൂപ്പുഴ പഞ്ചായത്ത് പരിധിയിലെ ആദിവാസി കോളനിയിൽ ഏറ്റവും മികച്ച വിജയം കൈവരിച്ച പെൺകുട്ടിയായി മാറിയിരിക്കുകയാണ് ചാന്ദിനി എന്ന കൊച്ചുമിടുക്കി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റമദാൻ മാസത്തിൽ പുനലൂർ ആലഞ്ചേരി ജുമാ മസ്ജിദിനും പ്രാധാന്യമേറെയാണ്. പുനലൂരിലെ തന്നെ ആദ്യകാലത്തേതും നൂറ്റാണ്ടുകൾ പഴക്കമേറിയതുമായ പള്ളിയാണ് ആലഞ്ചേരി പള്ളി. പുനലൂരിലെ ഏറ്റവും പഴക്കമേറിയ വ്യവസായ സ്ഥാപനമായ പുനലൂർ പേപ്പർ മില്ലിനോട് ചേർന്നാണ് ആലഞ്ചേരി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. 200 വർഷത്തിലേറെ പഴക്കമുണ്ട് ആലഞ്ചേരി പള്ളിക്ക്. പേപ്പർ മില്ലിന്റെ പ്രതാപകാലത്ത് ഇവിടുത്തെ തൊഴിലാളികളായിരുന്ന ഇസ്ലാം മതവിശ്വാസികൾ ഉൾപ്പെടെ നോമ്പു തുറക്കാൻ എത്തിയിരുന്നത് ഈ ആലഞ്ചേരി പള്ളിയിലാണ്. നോമ്പുതുറ സമയമായാൽ പള്ളിയിൽ നിന്നും വിതരണം ചെയ്യുന്ന നോമ്പ് കഞ്ഞി കുടിക്കാൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഇന്നാട് ഒട്ടാകെ ഈ പള്ളിമുറ്റത്തേക്കെത്തും. ഈ മതേതര ഐക്യം തന്നെയാണ് ആലഞ്ചേരി ജുമാ മസ്ജിദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടൗൺ ജുമാ മസ്ജിദും കുറ്റിക്കാട് പള്ളിയും വിളക്കുവട്ടം പള്ളിയുമെല്ലാം ആലഞ്ചേരി പള്ളിയുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. കൂടാതെ ചാലക്കോട്, പെരുന്തോട്ടം, കോമളംകുന്ന്, തൈക്കാവുകളും ആലഞ്ചേരി പള്ളിയുടെ നിയന്ത്രണത്തിലാണ്. ആലഞ്ചേരി ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിലുള്ള ഇഫ്താർ സംഗമങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. കൂടാതെ വിശുദ്ധ മാസത്തിൽ സ്ത്രീകൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം പ്രത്യേക ദീനിബോധന ക്ലാസുകളും ജമാഅത്ത് കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കാലങ്ങൾ പഴക്കമുള്ള ആലഞ്ചേരി ജുമാ മസ്ജിദിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കാനൊരുങ്ങുകയാണ് പള്ളി അധികാരികൾ. ലൈവ് വാർത്ത, പുനലൂർ. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. മികച്ച തദ്ദേശ ഭരണാധികാരിക്കുള്ള പുരസ്കാരം പുനലൂർ നഗരസഭാ ചെയർമാൻ എം. എ. രാജഗോപാൽ ഏറ്റുവാങ്ങി.
നാഷണൽ സെക്യുലർ കോൺഫറൻസ് ഏർപ്പെടുത്തിയ പുരസ്കാരം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് എം എ രാജഗോപാലിന് സമ്മാനിച്ചത്. പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനിൽ മദ്യവിൽപ്പനശാല ആരംഭിക്കുന്നതിനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം. പ്രതിഷേധത്തിന് MLA-യുടെ പിന്തുണയുണ്ടെന്നും നാട്ടുകാർ. അഞ്ചലിൽ മാലിന്യം കുഴിച്ചുമൂടാനുള്ള പഞ്ചായത്ത് അധികാരികളുടെ ശ്രമം പ്രതിപക്ഷം തടഞ്ഞു. അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം.